എല്ലാവർക്കും നമസ്കാരം. പാത്തുമ്മയുടെ ആട് എന്ന നോവലിന്റെ ആമുഖത്തിൽ ഒരു ഭ്രാന്തിലൂടെ താൻ കടന്നുപോയതിനെ പറ്റി വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. ഒരു കണക്കിൽ ആലോചിച്ചാൽ ഞാനും ബഷീറിന്റെ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയൊക്കെ ലക്ഷ്യം വെച്ചുള്ള അലച്ചിലിനിടയിലാണ് ബഷീറിന്റെ ഭ്രാന്ത് വന്നത്. തിരികെ തന്റെ ഉമ്മയുടെയും സഹോദരങ്ങളുടെയും അരികിലേക്ക് എത്തി അവരോടൊത്ത് ഏറ്റവും സുന്ദരമായ കുടുംബജീവിതം നയിക്കുമ്പോഴാണ് ബഷീറിന്റെ ഭ്രാന്ത് സുഖപ്പെടുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം കെട്ടുറപ്പുകളില്ലാത്ത ഒരു സമൂഹത്തിന്റെ കഥയാണെങ്കിൽ പാത്തുമ്മയുടെ ആട് കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിന്റെ കഥയാണ്. മനുഷ്യർക്കും മറ്റു ജീവികൾക്കുമെല്ലാം ഒരുപോലെ ഇടമുള്ള വലിയൊരു കുടുംബത്തിന്റെ കഥ. ആ കുടുംബത്തിൽ ആളുകൾ തമ്മിലുള്ള വഴക്കുണ്ട്, കുശുമ്പും കുന്നായ്മയുമുണ്ട്, വേർതിരിവുകളുണ്ട്, വെറുപ്പുണ്ട്. എന്നാൽ അതിനെയൊക്കെ അപ്പുറം മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന കുടുംബം എന്ന സമാനതകളില്ലാത്ത സ്നേഹബന്ധമുണ്ട്. കുറച്ചു നാളായി ഞാനും ബഷീറിനെ പോലെ ഒരു ഭ്രാന്തിൽപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തെക്കാൾ മഹത്തായ ഒരു കൂട്ടായ്മ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ആ ഭ്രാന്ത് എന്നെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, മനുഷ്യൻ എത്രയോ നൂറ്റാണ്ടുകളിലെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു സിസ്റ്റമാണ് കുടുംബം. അതിന് പകരം വെക്കാനായി നമുക്കൊന്നുമില്ല. അത്രയും പറഞ്ഞിട്ട് റോസി ആളുകളുടെ മുഖത്തേക്ക് നോക്കി. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരു സംസാരമല്ലെന്നാണ് ആ മുഖഭാവങ്ങളിൽ നിന്നും റോസി ഊഹിച്ചത്. ഖസാക്കിന്റെ ഇതിഹാസമാണ് ഞാൻ ആദ്യം വായിക്കുന്ന പുസ്തകം. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് കുടുംബം പിരിച്ചുവിടണം എന്ന് തോന്നിയത്. ഞാൻ എറണാകുളത്ത് നമ്മളിടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ചു. അതിന്റെ കൂട്ടത്തിൽ പാത്തുമ്മയുടെ ആട് ഉണ്ടായിരുന്നു. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങാറില്ല, നമ്മൾ ഔപചാരികതകൾ ഇല്ലാണ്ടാണ് പരിപാടിക്ക് തുടങ്ങാറ്. എന്നാൽ ഇവിടെ ഒരു ഔപചാരികത വേണം തോന്നുന്നുണ്ട്. ആളുകൾ കുറവല്ല, പക്ഷെ നമ്മളൊരു മിനിമം ഒരു 5000 ആളൊക്കെ പ്രതീക്ഷിച്ചു. ഇവിടെ ഒട്ടും വേണ്ട, ഇവിടെ ഔപചാരികതയെ വേണ്ട. അപ്പോ നമ്മുടെ സെഷൻ മലയാളിയുടെ അഭിനയ ജീവിതം എന്നുള്ളതാണ് വളരെ കൗതുകരമായ ഒരു സെഷനാണ്. ഒരുപക്ഷെ നമ്മൾ ഇത്ര ഗൗരവത്തോടു കൂടി ഇരുന്ന് കാണേണ്ടുന്ന ഒരു സെഷനൊന്നല്ല. ഇതിനകത്തൊന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഒരു ആകത്തുകയായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ ഒരു സുഹൃത്ത് മൂപ്പരെ എന്റെ ഓർമ്മയിൽ ഒരു 2-3 വർഷം മാത്രമായിട്ടുള്ളൂ കാര്യമായിട്ടൊരു വായനയൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ വ്യക്തിപരമായിട്ട് അതൊന്ന് അടുത്തറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ പുള്ളി ഒരു 1-2 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മൂപ്പരുടെ കയ്യിലുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എമ്മൂന്തന്റെ നോവൽ. അപ്പൊ മൂപ്പര എന്നോട് പറഞ്ഞു, ഞാനിത് കണ്ടു, മൂപ്പരുടെ കയ്യിൽ ഞാൻ കണ്ടു. മൂപ്പര് പറഞ്ഞു, ഞാനിത് 4ാമത്തെ തവണയാണ് വായിക്കുന്നത്. മൂപ്പര് നല്ലതാണ്, 4ാമത്തെ തവണയൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു വലിയ ഔന്നിത്യത്തിൽ നിൽക്കുന്ന പുസ്തകം ആദ്യത്തെ തവണ വായിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപമാനമുണ്ട് എന്ന് അഭിനയിക്കുന്നവരാണ് സാഹിത്യ ആസ്വാദകരിൽ ഭൂരിഭാഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂരിഭാഗം അങ്ങനെയാണെന്ന് എൻ്റെ ഒരു തോന്നൽ. ഈ പ്രോത്താസീസിന്റെ ഇതിഹാസത്തിൽ അങ്ങനെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന വളരെ ഈ പറയുന്ന സാഹിത്യത്തിന്റെ ഏറ്റവും ഉത്തംഗ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു സൃഷ്ടിയെ പ്രോത്താസീസിനെ വെച്ച് ചോദ്യം ചെയ്യുക, അത് ശരിയാണോ? മാത്രമല്ല, ആരാണ് സാഹിത്യത്തിലെ അല്ലെങ്കിൽ സാഹിത്യ ആസ്വാദകരിലെ അഭിനേതാവ്? നമസ്കാരം. ഈ സാഹിത്യ ആസ്വാദകരിലെ അഭിനേതാക്കളെക്കാൾ സാഹിത്യം എഴുത്തിലെ
അഭിനേതാക്കളെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഈ ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ എഴുതുകയായിരുന്നെങ്കിൽ ഭയങ്കര ബെസ്റ്റ് സെല്ലറായി മാറിയാണ്. കാരണം എന്ന് വെച്ചാല് ഞാനിങ്ങനെ ആലോചിച്ചു, മലയാളത്തിൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ളത് ഞാനൊക്കെ വായന പഠിച്ച മനോരമയിലെയും മംഗളത്തിലെയും സഖിയിലെയും ഒക്കെ നോവലുകളാണ്. അത് കഴിഞ്ഞ് വിവർത്തനത്തിൽ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളത് ഖുഷ്വന്ത് സിംഗിന്റെ സഖിമാരും ഞാൻ, പെൻ ബുക്സ്. മാധവിക്കുട്ടിയുടെ ഏറ്റവും വിറ്റുപോയ പുസ്തകം ഏതാ? എന്റെ കഥ. പിന്നെ ഈ അതേ മോഡലിലായിരിക്കും ഞാൻ എന്തെഴുതുക, ഒരു സഖിമാരും ഞാനും എന്ന മോഡലിലായിരിക്കും ഞാനാണെങ്കിൽ ഖസാക്കിന്റെ ഇതിഹാസം എഴുതുക. കാരണം ഒത്തിരി എന്നെ വികാരഭരിതനാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതില് ഈ സന്യാസിനിയുടെ മുണ്ട് മാറി ഉടുത്തിട്ട് പുള്ളി ഖസാക്കിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ആ രംഗം നമ്മൾ ഭാവന ചെയ്തിട്ട് വികാരഭരിതനായിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ മൈമൂനയുടെ കയ്യിലെ നീല ഞരമ്പുകൾ, അതാണ് എൻ്റെ ഒരു വേറൊരു വീക്ക്നെസ് ആയിട്ടുള്ള എൻ്റെ. അങ്ങനെയല്ല, നമ്മളെ ഭയങ്കര ആകർഷിച്ചിട്ടുള്ള. പിന്നെ നൈജാമലിയുടെ തുടയിലെ നനുത്ത രോമങ്ങൾ, അത് എന്നെ ആകർഷിച്ചിട്ടുള്ള. ഇങ്ങനെ അവസാനം കോടച്ചി, ചെതലിമല കയറി കോടച്ചിയുടെ അടുത്ത് പോയി അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങള്, ഇങ്ങനെ നിരവധി മുഹൂർത്തങ്ങൾ എന്നെ വികാരാധീനാക്കിയിട്ടുണ്ട്. ഇതിനെ ഞാൻ ചിലപ്പോ ആ രീതിയിലായിരിക്കും അങ്ങനെ കാണുന്നത്. ഞാൻ പറഞ്ഞത് അത്തരം ഒരു പുസ്തകം പറഞ്ഞ ഭാഷ കൊണ്ട് നമ്മളെല്ലാം സ്വീകരിച്ചു, നമുക്ക് ഇതായി. അപ്പൊ ഇതിനകത്ത് ഭാഷയാണ്. നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 വടക്കൻ പാട്ട് സിനിമകളെ ഞാൻ പറയാം. വടക്കൻ പാട്ടല്ല, നമ്മുടെ മലബാറിന്റെ കഥ പറഞ്ഞ സിനിമകൾ. വടക്കൻ വീരഗാഥയിൽ MD എന്ത് ചെയ്തു? സംഭാഷണത്തിൽ ഇച്ചിരി ക്ലാസിക് സ്വഭാവമുള്ള സംഭാഷണവും കുറച്ച് മലബാറിന്റെ വാക്കുകളും ചേർത്ത് സംഭാഷണം എഴുതി. ആ പടം നമുക്കിന്ന് ക്ലാസിക്കായി നല്ല രീതിയിൽ നിൽക്കും. ഇതേ രീതിയിൽ സംഭാഷണം എന്ത് ചെയ്തു? നമ്മുടെ കുഞ്ഞാലി മരക്കാരൻ മലബാറിന്റെ ഭാഷ അതേ രീതിയിൽ സംഭാഷണത്തിൽ എഴുതി. അതിന് സംഭവം വെട്ടിയിട്ട വാഴ പോലെ സംഭവം, വെട്ടിയിട്ട വാഴ പോലത്തെ അവസ്ഥ വന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഭാഷയിൽ ഒരഭിനയമുണ്ട്. ആ ഭാഷയിൽ അഭിനയമാണ് എഴുത്തുകാർ ഉപയോഗിക്കുന്നത്. ഇത് പറഞ്ഞ് ഞാനിപ്പോ ഖസാക്കിന്റെ ഇനി ഞാൻ വായനക്കാരുടെ അഭിനയത്തിലേക്ക് വരാം. ഈ പ്രോത്താസിന്റെ ഇതിഹാസം ഞാൻ എഴുതാനുള്ള കാരണം, എൻ്റെ നാട്ടില് എൻ്റെ കൂട്ടുകാരൻ തന്നെ ചെറുപ്രായത്തിൽ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചു. അടുത്തുള്ള വായനശാലക്കാർ അവനെ വിളിച്ചിട്ട് വലിയ വായനക്കാരൻ എന്ന് പറഞ്ഞ് അവനെ ആദരിച്ചു. അതോടെ അവൻ ബുദ്ധിജീവിയായി മാറി. പിന്നെ ഇന്ന് വരെ ഒരു പണിക്കും പോയിട്ടില്ല, ഒരു പണിയും എടുത്തിട്ടില്ല. അവൻ എല്ലാ വേദികളിലും പോയി ഖസാക്കിന്റെ വായനക്കാരൻ, ഞാൻ ഖസാക്കിനെ ചെറുപ്പത്തിലെ അരച്ച് കലക്കി കുടിച്ച. ഇതിനിടയ്ക്ക് ഞാൻ കണ്ടു അവൻ 2 ഏത്തപ്പഴം മേടിക്കും. ഒന്ന് വൈകുന്നേരം കഴിക്കാൻ, ഒന്ന് രാവിലെ കഴിക്കാൻ. അതാണ് അവന്റെ മെയിൻ ഭക്ഷണം. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള ടൗണിൽ വന്നിട്ട് സ്റ്റാർ ഹണ്ട് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അടുത്ത സിനിമയിലേക്കുള്ള നായികയെ അന്വേഷിക്കുന്നു. ശരിക്കും വായ്നോട്ടമാണ്. ഇവൻ പറയുന്ന അടുത്ത സിനിമയിലേക്കുള്ള നായിക ബസ്സിൽ വന്നിറങ്ങും കോളേജ് വിടുന്ന സമയത്ത്. ഇത് ആണ് ഞാൻ അപ്പൊ ഇങ്ങനെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച് ജീവിതം നശിച്ചു പോയ കുറെ ആളുകൾ കേരളത്തിലുണ്ട്. വായിച്ചും വായിക്കാതെയും. അതാണ് വേറൊരു അഭിനയം. നിങ്ങൾ പറഞ്ഞ അഭിനയം അതാണ്. എന്താണ്? നമ്മൾ വായിച്ചു. എന്നോട് ഇതിനിടയ്ക്കും കൂടെ ഒരാൾ റിസർച്ചിന് വേണ്ടി, കരിക്കോട്ടക്കരി എന്ന നോവൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി, റിസർച്ചിനാണ്, ആസ്വാദനം എഴുതാനല്ലേ, റിസർച്ചിനാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു യൂട്യൂബിൽ കണ്ടായിരുന്നു, കരിക്കോട്ടക്കരി യൂട്യൂബിൽ കണ്ടായിരുന്നു, ഒന്ന് അതിന്റെ കഥ പറഞ്ഞു തരുമോ എന്നോട്. അതായത് ആസ്വാദനം എഴുതാനാണ് ഓക്കെ, ആസ്വാദനം നിരൂപണം എഴുതാനാണെങ്കിലും ഞാൻ അത് സമ്മതിക്കും, പക്ഷെ റിസർച്ച് ചെയ്യാൻ പ്ലീസ് വായിക്കൂ എന്ന് ഞാൻ പറയും. ഇങ്ങനെ നമ്മളെ കൊണ്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ പ്ലീസ്. നിങ്ങൾ
നിങ്ങളും അഭിനയിച്ചാണ് ജീവിക്കുന്നത് അല്ലേ? ശരിക്കും നിങ്ങളും ഈ ഗമ്മില് ക്രാ ക്രാ എന്നിടുന്നില്ലേ ഇടയ്ക്ക്? അങ്ങനെ ഒരു ഒച്ചയുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എന്തോ കേൾക്കുന്നതായി നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, ആരോ ചോദിച്ചതായിട്ട്. ശരിക്കും അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്റെ ഒരു തന്ത്രമുണ്ട്. നിങ്ങൾ ഇപ്പൊ ആ തന്ത്രം ഇവിടെ ഉപയോഗിച്ചു. ഒരു സുഹൃത്ത് വായിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? ശരിക്കും ഞാൻ പറയാം, അങ്ങനെ ഒരു സുഹൃത്ത് ഇല്ല. ഈ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ 4 പ്രാവശ്യം വായിച്ചു എന്ന് പറഞ്ഞ സുഹൃത്തില്ല. ഇത് നിങ്ങൾ അഭിനയിച്ചാണ്. കറക്റ്റ്. ആ ഗമ്മിൽ ചോദ്യം കേട്ടു എന്ന് അഭിനയിച്ചിട്ടാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്. അതെ. ശരിക്കും ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും നല്ല അഭിനേതാവ് ആരാണ്? നിങ്ങൾ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി നടത്തുന്ന ആളാണല്ലോ. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് തോന്നുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രിയാണോ? അത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണോ? അത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും ആണോ? അത് നമ്മുടെ KPCC പ്രസിഡന്റ് ആണോ? അത് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ആണോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണോ? ധൈര്യമായി പറയൂ, ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് ആരാണ്? അല്ല, ഇതിനകത്തെ മാഷ് ചോദിച്ച ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആരാണ് രാഷ്ട്രീയത്തിൽ എന്റെ ചുരുങ്ങിയ അനുഭവത്തിൽ നന്നായിട്ട് അഭിനയിക്കുന്നവർ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അഭിനയിക്കാതിരിക്കുന്നതായി ആരുമില്ല രാഷ്ട്രീയത്തിൽ. ഞാൻ ഉൾപ്പെടെ, ഈ പരിപാടി ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ ഇവരുടെ കൂടെ അങ്ങ് ചേർന്ന് അഭിനയിക്കുകയാണ്. എല്ലാവരും വളരെ രസകരമായി അഭിനയിക്കാൻ അറിയുന്നവരാണ്. ഇപ്പോ ഉദാഹരണത്തിന് പിണറായി വിജയൻ ഒരു മൈക്കിന്റെ മുമ്പിൽ നിന്ന് മൈക്ക് തട്ടിത്തെറിപ്പിക്കുന്നത് അത് റിയലാണ്. മറിച്ച് മറ്റ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്താണ്? കുഞ്ഞിനെ എടുക്കുന്നത്. അതൊക്കെ അഭിനയമാണ്. രണ്ടാമത്തെ കാര്യം, VD സതീശൻ. VD സതീശനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, അതെ, പ്രതിപക്ഷ നേതാവ്. KPCC പ്രസിഡന്റ്. പറ. അല്ല, KPCC പ്രസിഡന്റിന് പറയാം. അത് VD സതീശൻ ഉണ്ട്. VD സതീശന്റെ പോയിന്റ് പുള്ളി വരാൻ താമസിച്ചുപോയി. അല്ല, അതല്ല, അത് VD സതീശന്റെ ഉണ്ട്. ഉദാഹരണമുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മൂപ്പര് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് ഇട്ട് പോകുന്നത് അത് റിയൽ. മറ്റുള്ള കുഞ്ഞിനെ തട്ടുന്നത് അഭിനയം. ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ചിട്ട് VD സതീശൻ വരാൻ വേണ്ടി വൈകിയപ്പോ KPCC പ്രസിഡന്റ് ഇവിടെ പോയി എന്ന് ചോദിക്കുന്നത് റിയൽ. മറ്റേ കുട്ടീനെ തട്ടുന്നത് അഭിനയം. ഇനി ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നമ്മുടെ. പിന്നെ എല്ലാ സിനിമയിലും നമ്മൾ നേരെ തിരിച്ചുള്ളവരുണ്ട്. ഉദാഹരണത്തിന് എല്ലാം സിനിമയാണെന്ന് തോന്നുന്നു, എല്ലാം അഭിനയമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. സുരേഷ് ഗോപി. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു എല്ലാ തരത്തിലും നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലാണ് ഇത് മനസ്സിലാവുക. ഇവരൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നവരാണ്. ഇനി അഭിനയം അറിയില്ല എങ്കിൽ ഇതിനകത്ത് നിലനിൽപ്പിന്റെ സാധ്യതയില്ല എന്ന്. എവിടെ പോയി നിലനിൽക്കും? ആർക്കും. അപ്പോ എന്റെ ഒരു തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ സാഹിത്യത്തിലെ പല പല പ്രവണതകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ മുതലില് 12 പേരവർ കൽപ്പണിക്കാർ എന്ന് പറയുന്ന കവിതയെ അങ്ങ് വേറൊരു തരത്തിൽ റീഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും അഭിനയമാണോ അല്ലെങ്കിൽ ഇതിന്റെ റിയാലിറ്റി അങ്ങ് വെളിപ്പെടുത്തുമായിരുന്നു? അതെന്ന് വെച്ചാല് മുതൽ നോവലില് ONV കുറുപ്പിന്റെ അമ്മ എന്ന കവിതയെ ഞാനൊന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന അമ്മയുണ്ട്, ജീവിക്കുന്ന അമ്മയുണ്ട്. ഞാൻ ജീവിക്കുന്ന അമ്മയെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ONV കുറുപ്പിന്റെ അമ്മ എല്ലാവർക്കും അറിയാവുന്ന കവിതയായിരിക്കും. ആ കവിതയില് ഒരമ്മയോട് ചോദിക്കുന്ന, ഈ മതിൽ ഉറയ്ക്കണമെങ്കിൽ അമ്മയെ ഈ മതിലിനോട് ചേർത്ത് വെച്ച് കെട്ടിയെങ്കിൽ മാത്രമേ മതിൽ ഉറയ്ക്കുള്ളൂ. ഉടനെ അമ്മ പറഞ്ഞു, കെട്ടിക്കോ എന്നെ ഈ മതിലിനോട് ചേർത്ത് വെച്ച് കെട്ടിക്കോ. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, എന്റെ കുഞ്ഞ് അവിടെ മുല കുടിക്കുന്ന കുഞ്ഞുണ്ട് എനിക്ക്. ആ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി എന്റെ 2 മുലയും കൈകളും പുറത്തിട്ടിട്ട് വേണം മതിൽ കെട്ടാൻ. ഇത് അഭിനയിക്കുന്ന അമ്മ. റിയൽ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? എടാ, മതിൽ പണിയാൻ അറിയില്ലെങ്കിൽ പണിയണ്ട, നീ കെട്ടിയവനോട് പറയുന്നു. മതില് കെട്ടാൻ അറിയാത്ത നിനക്ക് കെട്ടണ്ട, എനിക്ക് കൊച്ചിന് മുല കൊടുക്കാറുണ്ട്, ഞാൻ അങ്ങ് പോവാണ് എന്നല്ല റിയൽ അമ്മ പറയും. ഈ റിയാലിറ്റിയാണ് ഞാൻ ONV കുറുപ്പിന്റെ അമ്മ എന്ന കവിത എടുത്തിട്ട്, അതാണ് ഞാൻ പറഞ്ഞ സാഹിത്യ എഴുത്തിൽ നമുക്ക്. പക്ഷേ അങ്ങനെ ഒരു അമ്മ പറഞ്ഞാൽ നമ്മൾ ONV കുറുപ്പിന്റെ അമ്മ എന്ന് പറയുന്ന കവിത
സ്വീകരിക്കില്ല. അമ്മയുടെ ശാശ്വതമായ മാതൃത്വമായിട്ട് ഈ രണ്ട് ഇതും മാറിടവും പുറത്തിട്ട് കൈകൾ ഇങ്ങനെ വെച്ചേക്കുന്ന മാതൃത്വത്തിന്റെ ഏറ്റവും മാതൃരാഹിത്യത്തിന്റെ പ്രതീകമാണ് അത്. പക്ഷെ നമ്മൾക്ക് അത് അഭിനയിക്കുന്ന ആളുകളായി കൊണ്ടുവന്ന് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അഭിനയത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട്, അതാണ് എഴുത്തിലെ അഭിനയം എന്ന് പറയുന്നത്. ഇപ്പോ പ്രോത്താസിസിന്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ കണ്ടത്, മൂപ്പരൊരു കേരള കോൺഗ്രസ്സുകാരനാണ്. രാഷ്ട്രീയ നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ നിരീക്ഷണം കറക്റ്റാണ്. ഏത് രവി അനുഭവിച്ച അതേ അസ്തിത്വ പ്രശ്നമാണ് കേരള കോൺഗ്രസ് അനുഭവിക്കുന്നത്, ഇടതുപക്ഷത്ത്. അപ്പൊ ഒരു വിശ്വാസത്തിന്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ വിശ്വാസിയുടെ ഒരു കോണിലും മതത്തിന്റെ കോണിലും ഒക്കെ അഭിനയം കാണുന്നത് എവിടെയൊക്കെയാണ്? ഞാൻ ഈ KLF തുടങ്ങിയ കാലം തൊട്ട് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. KM മാണി സാറിനെ ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ. വേറെ ഒരൊറ്റ കേരള BD സൈറ്റിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ട് വരികയാണ്, അവിടെ നിന്ന് കണ്ടിട്ട് വരികയാണ്. CPM-ന്റെ ധാരാളം നേതാക്കൾ വരുന്നു, BJP-യുടെ നേതാക്കൾ വരുന്നു. ഒരൊറ്റ കേരള കോൺഗ്രസ്സുകാരൻ ഈ വേദിയിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് ജോസ് കെ മാണി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പൊതുവേ ഉള്ള ഒരു ധാരണ കേരള കോൺഗ്രസ്സുകാർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല, സാഹിത്യം അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സത്യത്തിൽ അതല്ല സംഭവം. ഞാനൊരു കേരള കോൺഗ്രസ് സ്വഭാവമുള്ള മേഖലയിൽ ജീവിക്കുന്ന കേരള കോൺഗ്രസ് സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ് കുറച്ച് പ്രാക്ടിക്കലാണ് നമ്മളിത്. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചാൽ എന്തുവാടേ നമ്മള്, കാരണം നമുക്കത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ നിരൂപണ ഗ്രന്ഥം വായിക്കേണ്ടി വരും. നിരൂപണ ഗ്രന്ഥം വായിക്കാൻ ഇറങ്ങിയാലത്തെ അവസ്ഥ എന്താണ്? ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ നിരൂപണം ഞാൻ ഇതിഹാസം വിജയൻ തന്നെ എഴുതിയിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതും കഴിഞ്ഞ് ആത്മയാനങ്ങളുടെ ഖസാക്ക് അത് വായിക്കണമെങ്കിൽ ഒരു 10 നിരൂപണം വേറെ വായിക്കണം, അത് വായിച്ചെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ശരിക്കും ഖസാക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആത്മാർത്ഥമായ നിരൂപണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മഹാഭാരതത്തിൽ വ്യാസൻ പൂരിപ്പിക്കാതെ വിട്ട കുറെ കാര്യങ്ങളാണ് കുട്ടിക്കൃഷ്ണമാരാർ നമുക്ക് ഭാരത പര്യടനത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് മനസ്സിലാക്കാം, അതാണ് നിരൂപണം. അതേസമയം ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിരൂപണം വായിക്കുമ്പോൾ ഇത് സങ്കീർണമായി മാറുകയല്ലാതെ ഇത് ഗുണം കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി വേറൊരു ചോദ്യം, ഈ മതത്തിലെ നിങ്ങൾ ഇതിനിടയ്ക്ക് മറ്റേ ആ സമാധി വല്ലാണ്ട് എടുത്തിട്ട് അങ്ങോട്ട് നിങ്ങൾ ആഘോഷിച്ചു. എത്ര വീതം കുറച്ചുപേര് കണ്ടിട്ടുണ്ട്. നമ്മളാരും പിന്നെ ഈ വിശ്വാസത്തിലൊന്നും വലിയ ബോധ്യമില്ലാത്തവരായോണ്ട് മലയാളികൾ എത്ര പേരാണ് നമുക്ക് ഭയങ്കര പരിഹാസം തോന്നുന്നു. അതൊരു 2-3 മില്യൺ ആളെ 3 മില്യൺ ആള് സമാധിയുടെ പരിപാടി നിങ്ങൾ വല്ലാണ്ട് അങ്ങ് ആഘോഷിച്ച്. ഇനി മതത്തിലെ അഭിനയത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്റെ ചോദ്യം ഇതാണ്, മതത്തിൽ അഭിനയിക്കുന്നവരെ പറ്റി നിങ്ങൾക്ക്, മത ആചാരങ്ങളുടെ അഭിനയത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ല, അവിടെയാണ് മാഷെ പ്രശ്നം. നമ്മളെ ഇത് മാഷിപ്പ് ചോദിച്ചല്ലോ, ഞാൻ എന്റെ പരമാവധി ലക്ഷ്യം നിങ്ങളെ കുടുക്കിലാക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാല്, നിങ്ങൾക്ക് പിണറായി വിജയൻ അഭിനയിക്കുന്നതും റിയലും ചൂണ്ടിക്കാണിക്കാം, VD സതീശൻ അഭിനയിക്കുന്നതും റിയലും ചൂണ്ടിക്കാണിക്കാം, സുരേഷ് ഗോപി അഭിനയിക്കുന്നതും റിയലും ചൂണ്ടിക്കാണിക്കാം. അപ്പൊ മതത്തെ കുറിച്ച് പറയാൻ പാടില്ല. മതത്തെ കുറിച്ച് പറഞ്ഞ അപ്പൊ പൊട്ടും വികാരം എന്തായാലും പറയുന്നത് അല്ല, അതിന് ഞാൻ പറയാം. അത് വലിയ പ്രശ്നമാണ്. എന്റെ നോട്ടത്തില് എല്ലാവരും അഭിനയിക്കുകയാണ്. നമ്മുടെ സമാധി കളിച്ച അമ്മയെ പോലെ. നമ്മളെ അമ്മയുടെ വാക്കില് അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വ്രണപ്പെടും എന്ന് പറയണം. നമുക്ക് എന്തിനെ വിമർശിക്കാം, എന്ത് അശ്ലീലവും പറയാം, പക്ഷെ അത് മലയാളത്തിൽ പറയരുത്. മലയാളത്തിൽ പറഞ്ഞാലാണ് പ്രശ്നമാണ്. അത് മനസ്സിലാക്കിയ ആളാണ് ഈ സമാധിയായ നെയ്യാറ്റിൻകര ഗോപൻ ചേട്ടന്റെ ഭാര്യയും മകന്റെ ഒരു ഡയലോഗ്. അത് ഞാൻ ആ വീഡിയോ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്നതിൽ വളരെ ഞാൻ സ്കൂളിൽ ഞാൻ പറയുന്നു. അപ്പം ഈ പോലീസ്, കേരള സ്റ്റേറ്റ് ആണല്ലോ പോലീസ് സമാധി പൊളിക്കാൻ വേണ്ടി വരുന്നു. സ്റ്റേറ്റിനെ നേരിടാൻ വേണ്ടി ദുർബലനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് കേരള സ്റ്റേറ്റിന് അധികാരത്തെ, ഇന്ത്യൻ ഭരണഘടനയെ നേരിടാൻ വേണ്ടി. അപ്പോഴാണ് പുള്ളിക്ക് തോന്നിയത്, ഞാനാണെങ്കിൽ എന്താ പറയുന്നത്, കാരണം എന്റെ അച്ഛന്റെ സമാധി തൊട്ട് പോയിട്ട് എന്നെ കൊന്നിട്ട് നിനക്കത് നിങ്ങളിത് തൊടുള്ളൂ.
ഇത് ഞാൻ എങ്ങനെ പറഞ്ഞെങ്കിൽ പോലീസ് എന്ത് ചെയ്യും, അന്നേരം തൂക്കിയെടുത്ത് ഉള്ളിടും. പുള്ളി പറഞ്ഞു, എന്നെ മൃത്യു ചെയ്തിട്ടേ എന്റെ പിതാവിന്റെ സമാധിയിൽ സ്പർശിക്കാനാവൂ. അത് പറഞ്ഞത് ഒന്ന് പകച്ചു പോലീസുകാർ, എന്തോ കൂടി അയച്ചാണ്. അത് കഴിഞ്ഞപ്പോ പുള്ളിക്ക് മൃത്യു ചെയ്യുക എന്നതെന്തോ പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. അവിടെ അടുത്ത വാക്ക്, അപ്പൊ മൃത്യുവിന്റെ പര്യായം ആലോചിച്ച് ഞങ്ങൾ മലയാളം മാഷന്മാർ പണ്ട് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഹനിക്കുക, മൃത്വം, മരണം, എന്നെ ഹനിച്ചിട്ടേ എന്റെ പിതാവിന്റെ സമാധിയിൽ സ്പർശിക്കൂ. പോലീസ് തിരിച്ചുപോയി. എന്നിട്ട് അവസാനം കോടതി എന്നൊക്കെ ആലോചിച്ച് പിന്നെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇപ്പൊ ഞാനത് എന്റെ സ്കൂളില് നമ്മളോട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ വരും. നമ്മൾ എന്തെങ്കിലും പിള്ളേരെ ഇതാക്കി പ്രശ്നമാക്കി, അപ്പോഴേ ഞാൻ രക്ഷകർത്താക്കളോട് പറയും, ഭവാൻ ഇരുന്നാലും ചേട്ടാ ഇരിക്കട്ടെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ പ്രശ്നമായി. ഞാനിങ്ങനെ ഭവാൻ ഇരുന്നാലും അങ്ങയുടെ പുത്രന്റെ ചില വിക്രിയകൾ സ്കൂളിന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് അത്രയും അറിയത്തുള്ളൂ. അതല്ലാണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും ഈ സമൂഹത്തെ പറ്റിക്കാം. നമ്മൾ മലയാളം പറയാതിരുന്നാൽ മതി, മണിപ്രവാളത്തിൽ കാര്യങ്ങൾ സംസാരിക്കുക. ഇതാണ് നിങ്ങൾ ഗമ്മിൽ പലപ്പോഴും ഇത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കളികേമിനാരുടെ കുറ്റവാളികൾ എഴുതിയ പോലെ എഴുതിയാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പ്രോതാസിന്റെ ഇതിഹാസത്തിന് ചുരുളിയുടെ സെക്കൻഡ് പാർട്ട് നല്ലവരുടെ നഗരം. നല്ലവരുടെ നഗരത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ഒരു നോവലേറ്റും കൂടെ ഉണ്ട്. ഇതിന് ഞാൻ ഉദ്ദേശിച്ചത്, ചുരുളി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് അവിടുത്തെ സെറ്റിലുള്ള ഒരാൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഇങ്ങനെ കാട്ടിലുള്ള സാധനമൊന്നും എഴുതരുത്, കാരണം ഈ ആർട്ടിന്റെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ കാട്ടിൽ വന്ന് ഷൂട്ടിങ്, നിങ്ങളുള്ള ഫ്ലാറ്റിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി എഴുതും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. അതാണ് ഈ നല്ലവരുടെ നഗരം. നവല്ലവർ മാത്രം താമസിക്കുന്ന, സെലക്റ്റീവായ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് നടക്കുന്ന ഒരു കുറ്റകൃത്യം അന്വേഷിക്കാൻ വേണ്ടി ഇവര് പോവാണ്. ഷാജീവനും ആന്റണി ചേട്ടനും കൂടെ പോവാണ്. ഇവിടെ 3 പേരുണ്ട്. ഈ 3 പേരും ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറ്റകൃത്യം നടക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഭാഷയിലുള്ള കുറ്റകൃത്യമാണ്. തെറിയല്ല അവിടെ പറയുന്നത്. അവിടെ മണിപ്രവാളവും നമ്മുടെ സുറിയാനിയും അറബിയും ഒക്കെ നമ്മൾ പറയുന്ന ഭാഷകൾ ഉപയോഗിച്ചാണ് അവിടുത്തെ പരിപാടി. അവിടെ ഞാൻ നോക്കുമ്പോൾ ബലി, അതായത് നമുക്ക് അശ്വമേധം എന്ന് പറഞ്ഞൊരു കവിത വയലാറിന്റെ പഠിപ്പിക്കാനുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഞാൻ. അപ്പോ അശ്വമേധയാഗം എന്താണെന്ന് ഞാൻ വിക്കിപീഡിയയിൽ അടിച്ചു നോക്കി. എന്റെ പൊന്നോ, ഇതുപോലെ വൃത്തികെട്ട മ്ലേച്ഛമായ എന്ന് പറഞ്ഞാൽ അതായത് മലയാളത്തിൽ അതിവിടെ പറഞ്ഞുകൂടാ. എന്താന്ന് വെച്ചാല് മൃത്യു ചെയ്യപ്പെട്ട ഹനിക്കപ്പെട്ട അശ്വവുമായി യജമാന പത്നി ഇണചേരേണ്ടി വരുന്നു. സുരതം നമ്മുടെ ഭാഷ പറഞ്ഞ ചത്തു കിടക്കുന്ന കുതിരയായിട്ട് യജമാന്റെ പത്നി ഇണചേരേണ്ടി വരുന്ന ഒരവസ്ഥ. എന്നിട്ട് ഈ യജമാന്റെ നേരത്തേക്ക് ഈ കുതിരനെ വെട്ടിക്കേറിയിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം കൂടെ എടുത്തിട്ടിട്ട് ഇവരൊന്ന് തെറി പറയാണ് സ്വാമിമാര്, ഈ ബ്രാഹ്മണര്. ഈ ആചാരത്തെയാണ് നമ്മൾ മതത്തിന്റെ പേരിൽ ഇത് എന്ത് ചെയ്യുന്നത്, ആ യാഗങ്ങളുടെ കാലമൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അവിടെ ഈ നനയും ഞാനൊരു ബലിയാണ് അവിടെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവം. എല്ലാ മതങ്ങളിലും ബലിയുണ്ട്, രാഷ്ട്രീയ പാർട്ടിയിൽ രക്തസാക്ഷിത്വമുണ്ട്. ഈ ബലി എന്ന് പറയുന്ന സാധനത്തെ എന്തോ പരിപാലനമാണെന്ന്, ശരിക്കും ബലി കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ എന്നോട് വേറൊരുത്തൻ പറഞ്ഞ കഥയാണ്, ഞാൻ പറയുന്നതല്ല, പറഞ്ഞു കേട്ടതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്യാസിയെ സമാധിയുടെ സമയമായി എന്ന് പറഞ്ഞാൽ തേങ്ങ കൊണ്ട് തലയ്ക്കടിച്ച് സമാധിയാക്കിയാണ് ചെയ്തെന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. എന്നോട് കൂട്ടുകാരൻ പറഞ്ഞതാണ്. വേണമെങ്കിൽ ആ കൂട്ടുകാരനെ പ്രതിയായിരിക്കും, എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. എന്റെ പോലത്തെ കൂട്ടുകാരൻ മയ്യഴി വായിച്ച മാതിരി. ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഒറ്റൊരു സംഗതി കൂടി ചോദിച്ചേ നമുക്ക് ചോദ്യം ഒറ്റൊരു 2 ചോദ്യത്തിലേക്ക് കിടക്കാം. അത് അവസാനത്തെ ചോദ്യം. ഇനി ഇവരൊക്കെ അഭിനയിക്കാണ്ടിരിക്കാൻ എന്താണ് ഒരു പോംവഴി? അഭിനയിക്കാതിരിക്കാൻ
ഞാനിപ്പോ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഞാനിപ്പോ ഒരു പുതിയ ഷർട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പുതിയൊരു ഷർട്ട് മേടിച്ചിട്ട്, ഒരു ലിനന്റെ ഷർട്ട് ലിനന്റെ പാന്റുമാണ് മേടിച്ചത്. ഞാൻ റൂമിൽ പോയത് മാറ്റി നോക്കുമ്പോൾ തുടക്കി വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഈ ലിനന്റെ പാന്റ് ഒട്ടിക്കിടക്കുന്ന ലുക്കില്ല. അപ്പാണ് ഞാൻ കേരളത്തിൽ വന്നിറങ്ങുമ്പം ഓരോരുത്തരും ഓരോ വേഷവിധാനങ്ങളായിട്ടാണ് വരുന്നത്. ഓരോരുത്തരും നമ്മളെല്ലാവരും അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ അഭിനയം നിർത്തിയാൽ രാഷ്ട്രീയക്കാർ, ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി ആത്മാർത്ഥമായി പെരുമാറിയിട്ട് ആരെങ്കിലും വിജയിക്കാൻ സാധിക്കും ഈ സമൂഹത്തിൽ? ഇന്ന് ഉള്ള സെൽഫ് കാണിച്ചിട്ട് വിജയിക്കുക വളരെ പ്രയാസമാണ്. ഇനി എന്റെ ഒരു ഒറ്റ അനുഭവം പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് ഇന്നും ജീവിതത്തിൽ റിയൽ ആയി ജീവിക്കുന്ന ഒറ്റൊരു മനുഷ്യരെ എന്റെ ഒരു 37 വയസ്സിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാരാണ്? വയനാട്ടിലെ കാട്ടുനായിക്ക പണിയ വിഭാഗത്തിൽ പാവപ്പെട്ട അവരുടെ ജീവിതം എന്താണ്? അവരുടെ പിന്നീടുള്ള ജീവിതം അവർക്ക് അതിജീവനം സാധ്യമല്ല. അത് വളരെ സിമ്പിൾ ആണ്. അത് അഭിനയിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ അതിജീവിക്കാൻ പറ്റൂ. ഞാൻ ആർമ ഫാമില് സ്കൂളിൽ 100% ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന ആർമ ഫാമിലെ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോ ധാരാളം ആളുകൾ അഭിനയിക്കാൻ അറിയാത്ത ധാരാളം, പക്ഷെ അവർ സക്സസ്ഫുൾ അല്ല എന്ന് നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിൽ സക്സസ്ഫുൾ അല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളെല്ലാരും അഭിനയം നിർത്തിയെങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാരും അഭിനയം നിർത്തുള്ളൂ, മതങ്ങളും അഭിനയം നിർത്തുള്ളൂ, മറ്റ് സാഹിത്യത്തിലും അഭിനയം നിർത്തുള്ളൂ, സിനിമയിലും അഭിനയം നിർത്തുള്ളൂ. ഇത് കുറെ കൂടെ പറയാനുണ്ടായിരുന്നു, സമയം കുറഞ്ഞു പോയി. നമുക്ക് ഒരു ചോദ്യം ഇങ്ങോട്ട് വരട്ടെ. നമസ്കാരം, എന്റെ പേര് പ്രേംകുമാർ എന്നാണ്. അതെ, സത്യത്തിൽ ഒരു അർത്ഥമില്ലാത്ത അന്തോന്നില്ലാത്ത പരിപാടിയാണല്ലോ ഈ മൊത്തം നടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അഭിനയം കൂടി നിർത്തി കഴിഞ്ഞാൽ തീർന്നു പോയില്ലേ പരിപാടി? ചത്ത് കളിയില്ലേ മനുഷ്യന്മാർ? വളരെ ക്ലിയർ ആണ്. കാരണം നമുക്ക് എന്റർടൈൻമെന്റ് ആണ് ലൈഫ്. ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നു, ഒരു രസം, ആ രസമാണ് ലൈഫ്. അതുകൊണ്ട് അഭിനയം കൂടെ വേണം എന്നാണ് പറഞ്ഞത്, അല്ലെ? അതില്ലെങ്കിൽ പിന്നെ തീർന്നു. സത്യമാണ്. ഞാൻ പറഞ്ഞ IFFK പോകുമ്പോൾ എന്തിനാ? സിനിമ കണ്ടിട്ട് ലോകത്തിൽ സിനിമ ഉണ്ടാക്കാനൊന്നും അല്ല, നമുക്കെല്ലാരും ഒന്ന് കാണുക, നമ്മൾ അതല്ലേ ഇവിടെ വരുന്നത്. എന്തിനാ? നമുക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ഇതൊക്കെ, ലോകത്ത് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വേറെ നമ്മുടെ പറയാം, ടൈറ്റിൽ മലയാളിക്ക് മാത്രമായിട്ടല്ല അഭിനയം, മനുഷ്യന്മാരുടെ മുഴുവനുള്ള പരിപാടിയാണെന്നുള്ള ഒരു അന്താരാഷ്ട്ര സെഷൻ ആയിരുന്നു ഇത്. വളരെ ക്ലിയർ ആണ്. നമുക്കപ്പോ കുറച്ചൊക്കെ അഭിനയിച്ച്, കുറച്ചൊക്കെ റിയലായി, കുറച്ചൊക്കെ ഇതായിട്ട് ജോഡിയായിട്ട് പോവാന്നുള്ളതാണ് അതിന്റെ, അത് തന്നെയാണ് നല്ലത്. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നും. മതിയാ? ഒരു മിനിറ്റ് മതിയാ? എന്നാ മതി. നമ്മൾ ഈ അവനവൻ അഭിനയിക്കുന്നത് ഓക്കെ, പക്ഷെ ഈ മറ്റുള്ളവനെ തേച്ചൊട്ടിച്ചാൽ മാത്രമേ അതിജീവനം നടക്കുന്ന എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ആ കാലത്തെ അതിജീവനം എന്നത് ഇതിൽ ഈ തേച്ചൊട്ടിക്കലിലൂടെ ജീവൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു അവതാരകനും തേച്ചൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എഴുത്തുകാരനെ എങ്ങനെ കാണുന്നുവെന്ന് അറിയാൻ സന്തോഷമുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഭിനയം കലർന്ന ചോദ്യമാണത്. ഭയങ്കരമായി ചോദ്യത്തിന് ഉത്തരം തന്നെ വളരെ അഭിനയത്തോടെ പറയേണ്ടി വരും. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മള് നെഗറ്റീവ് അടിച്ചാലേ വൈറലാവുള്ളൂ. അതന്നെ, നമ്മൾ ഇനിയും നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് വൈറലാകണം. അതിന്റെ നമ്മൾ പറയട്ടെ, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ശ്രദ്ധയിലൂടെ അതിന് മറുപടിയായിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഞാൻ പ്രോത്താസിസ് സത്യത്തിൽ എഴുതാൻ കാരണം, പ്രോത്താസിസ് എന്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ, അച്ഛൻ, അമ്മ, എന്റെ ഭാര്യ, 2 മക്കൾ, ഞങ്ങള് ഇങ്ങനെ ഒരു കുടുംബ കുറെ വർഷങ്ങളായി ഞങ്ങളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി, ചാച്ചന് സുഖമില്ലാതായപ്പോ എനിക്ക് തോന്നി ഒരാൾ പിരിഞ്ഞു പോകുന്നു. ഇങ്ങനെ കുടുംബം എന്നത് ഒരു 10-20 വർഷം മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കൂട്ടു ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യമാണ്, രസമാണ്. ആ രസം പിരിച്ചുവിടുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ്. അതാണ് പ്രോത്താസിസ്. ഞാൻ ആക്ഷേപഹാസ്യമല്ല ശരിക്കും പ്രോത്താസിസിന്റെ ഇതിഹാസം എന്ന നോവലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കുടുംബ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് സത്യസന്ധമായി ഉദ്ദേശിച്ചത്. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ കണ്ണീർ കഥ എഴുതിയിട്ട് കാര്യമില്ല. ഇത്തരത്തിൽ മറ്റൊരു പരിപാടിയിലൂടെ എഴുതി നോക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചതാണ്. ആവിഷ്കാരത്തിന്റെ വിവിധ തന്ത്രങ്ങളാണ്. ഇനി നിശാന്തം ചെയ്യുന്ന അത് തന്നെയാണ്. ഒരു സാമൂഹ്യ വിഷയത്തെ, വളരെ പ്രസക്തമായ ഒരു സാമൂഹ്യ വിഷയത്തെ ചില പേച്ചൊട്ടികളിലൂടെ, ചില കമന്റുകളിലൂടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുക എന്ന ദൗത്യമാണ്
നിശാന്തും ചെയ്യുന്നത്. അപ്പൊ സന്തോഷം മാഷെ. സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്ര സമയമുള്ള നമ്മുടെ അഭിനയം കാണാൻ വന്നതിലും ആസ്വദിച്ചതിലും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക. Thank you, speakers, for an entertaining session. That was such a fun ride.